പവർ പ്ലേയിൽ മികച്ച തുടക്കമാണ് കോഹ്ലിക്ക് ലഭിച്ചത്. 160 മുകളിലായിരുന്നു ഒരു സമയത്ത് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്. എന്നാൽ 7 മുതൽ 15 വരെയുള്ള മിഡിൽ ഓവറുകളിൽ കോഹ്ലിയുടെ ഇന്നിംഗ്സ് ഒച്ചിഴയും പോലെയായി. ഒരു സമയത്ത് 117 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. മറുവശത്ത് പട്ടിദാർ കത്തിക്കയറുമ്പോഴായിരുന്നു കോഹ്ലി ഈ വിധ മത്സരം സ്ലോ ആക്കിയത്. സീസണിലെ ഇതുവരെയുള്ള മത്സരങ്ങൾ ആകെ എടുത്തു നോക്കിയാലും RCB നിരയിൽ ടോപ്പ് ഓർഡർ ബാറ്റർമാരിൽ കോഹ്ലിക്കാണ് കുറവ് സ്ട്രൈക്ക് റേറ്റ്. ടിം ഡേവിഡ് 221.67 സ്ട്രൈക്ക് റേറ്റുമായി മുന്നിലുണ്ട്. 214.28 ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. മൂന്നാമത് ദേവദത്ത് പടിക്കൽ, സ്ട്രൈക്ക് റേറ്റ് 201.61. ഫിൽസോട്ട് 178.38 സ്ട്രൈക്ക് റേറ്റുമായി നാലാമതുമുണ്ട്. അഞ്ചാമതുള്ള കോഹ്ലിയുടേത് 162.73. അതേസമയം കരിയറിൽ കോഹ്ലി ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന കാലഘട്ടം കൂടിയാണിതെന്ന് ഓർക്കണം. 2022 115.99 ആയിരുന്നു കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്. 2023 അത് 139.82 2024 154.70 സ്ട്രൈക്ക് റേറ്റിലാണ് കോഹ്ലി ബാറ്റ് വീശിയത്. കഴിഞ്ഞ വർഷം അത് കുറഞ്ഞ് 144.71 പുതിയ കാലമാണ്. 200 ടോട്ടലൊന്നും സേഫ് അല്ലാത്ത കാലമാണ്. 300 ലക്ഷ്യമിടുന്ന കാലമാണ്. സ്വാഭാവികമായും ആ അന്തരം വ്യക്തവുമാണ്. മത്സരം ജയിച്ചെങ്കിലും കോഹ്ലി കുറെ കൂടി അഗ്രഷൻ കാണിച്ചെങ്കിൽ ടീം സ്കോർ 270 മുകളിൽ പോകുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. 15 വയസ്സുള്ള വൈഭവ് സൂര്യവംശി വെറും 15 ബോളിൽ 50 അടിച്ചു. സഞ്ജു സാംസൺ 26 ബോളിലാണ് 50 കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ 37-കാരനായ വിരാട് കോഹ്ലി 37 ബോളിലും 50 നേടിയിരിക്കുന്നു. എക്സിൽ കോഹ്ലിക്കെതിരെ ട്രോളുകളും വിമർശനങ്ങളും വലിയ രീതിയിൽ വന്നു കഴിഞ്ഞു. ഓരോ മത്സരത്തിലും പുതിയ റെക്കോർഡുകൾ എന്തെങ്കിലും സെറ്റ് ചെയ്യാറുള്ള കോഹ്ലി മുംബൈക്കെതിരെ വാങ്കഡയിലും പുതിയ റെക്കോർഡ് കുറിച്ചിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിനെതിരെ 1000 റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കി. ഫിൽസോൾട്ടിനൊപ്പം 120 റൺസിൻ്റെ 1-ാം വിക്കറ്റ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ കോഹ്ലി ഇക്കാര്യത്തിലും ഒരു നാഴികക്കല്ല് പിന്നിട്ടു. 2020കളിൽ ഏറ്റവും അധികം സെഞ്ചുറി കൂട്ടുകെട്ടിൻ്റെ ഭാഗമായ താരമെന്ന നേട്ടം. കോഹ്ലിയുടെ 47ാമത് സെഞ്ചുറി കൂട്ടുകെട്ടാണിത്. ക്രിസ് ഗെയിലിനെയാണ് കോഹ്ലി ഇവിടെ മറികടന്നത്. അതേസമയം കോഹ്ലിയുടെ പരിക്കിനെക്കുറിച്ചുള്ള വാർത്തകളാണ് RCB ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കുന്നത്. RCBക്കായി ഫീൽഡ് ചെയ്യാൻ കോഹ്ലി ഇറങ്ങിയിരുന്നില്ല. ജേക്കബ് ബദലാണ് കോഹ്ലിക്ക് പകരം ഫീൽഡിങ്ങിന് ഇറങ്ങിയത്. കോഹ്ലിയുടെ കണങ്കാലിന് പരിക്കേറ്റിരുന്നു. ഇതാണ് താരം പിന്നീട് ഫീൽഡ് ചെയ്യാൻ ഇറങ്ങാതിരുന്നത്. ജാക്കറ്റ് ധരിച്ച് കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലിരുന്ന് മത്സരം കാണുന്ന ദൃശ്യങ്ങളും ഇതിനിടെ കാണിച്ചു. കടുത്ത പനി അതിജീവിച്ചാണ് കോഹ്ലി ബാറ്റ് ചെയ്തതെന്ന് കമൻട്രി ബോക്സിൽ നിന്ന് രവി ശാസ്ത്രി പറയുകയും ചെയ്തു. ബുധനാഴ്ച ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ചിന്നസ്വാമിയിലാണ് RCBയുടെ അടുത്ത മത്സരം. അന്ന് കോഹ്ലി കളിക്കുമോ എന്ന് ഉറപ്പില്ല.